നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിമർശിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഈ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ഇപ്പോൾ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സഹോദരൻ നമുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിനും. അല്ലാതെ അദ്ദേഹത്തിന്റെ കുഞ്ഞമ്മാന്റെ മോനൊന്നുമല്ല. നമുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിനും. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണി. നമ്മൾ അർജുന് വേണ്ടി ചെയ്തത് എന്താ? 2 പോസ്റ്റ് ഇട്ടതോ? നിങ്ങള് ഇദ്ദേഹത്തെയും നിങ്ങളെയും തമ്മിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? അതായത് നിങ്ങളിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? നിങ്ങൾ 2 പോസ്റ്റ് ഷെയർ ചെയ്തതോ? അല്ലെങ്കിൽ 2 ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പോസ്റ്റുകൾ ഇട്ടത് അത് ഷെയർ ചെയ്തതാണോ നിങ്ങളിൽ കാണുന്ന ക്വാളിറ്റി? എന്നാ അത് അങ്ങോട്ട് അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കി, അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടോ. നമ്മള് മലയാളികള് പൊതുവെ പറയുന്നത് പൊളിയാണ് എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. എന്നാൽ ചില നേരത്തെ സ്വഭാവം കണ്ടാലുണ്ടല്ലോ ചുരുട്ടി മടക്കിയിട്ട് പല കിണറ്റിലും കൊണ്ടിടാൻ തോന്നും. അമ്മ അതിന് വൃത്തികെട്ടൊരു സ്വഭാവമാണ്. അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു സഹോദരനെ കൂടി നമ്മൾ പറയണം. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, ഒരു മിസ്റ്റേക്ക് പറ്റിയതിന്റെ പേരിൽ അദ്ദേഹത്തെ താങ്ങി നിർത്തിയ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന, യുദ്ധമുഖത്തെ പോരാളി എന്ന് വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹീറോയായി കണ്ട ചില ആൾക്കാരുണ്ടല്ലോ, അവരിപ്പോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയും വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അദ്ദേഹവും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, അല്ലാതെ ദൈവമൊന്നുമല്ല. എന്നാൽ നമ്മളെപ്പോലെ അല്ലേനും. കാരണം എന്താ അറിയോ? നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാരാണ്. ഗാലറിയിൽ ഇരുന്ന് ഇങ്ങനെ പുറംകളി കളിക്കുമല്ലോ, അങ്ങോട്ടടിക്ക് ഇങ്ങോട്ടടിക്ക്. നമ്മൾ ഫുട്ബോളൊക്കെ കാണുമ്പോൾ പാസ് അടിക്ക്, അത് പോയി, ഓനക്ക് അവിടെ കൊടുത്താൽ മതിയായിരുന്നു പാസ്, ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു പാസ്, എന്നപ്പോ ഗോളായില്ല. ആ ചെങ്ങായി എവിടെയാണ് ഈ നോക്കണത്, നോക്കി കളിക്കണ എന്നൊക്കെ പറയുന്ന ഗാലറിയിൽ ഇരുന്ന് കളിക്കണ ആളുകളാണ് നമ്മളെല്ലാവരും. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാ അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണ ആളാണ്. എങ്ങനെ? ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണ ആളാണ്. നമ്മളെ പോലെ ഗാലറിയിൽ ഇരുന്ന് പുറംകളി കളിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്ന ആളല്ല. അങ്ങനെ പറയാൻ എല്ലാരെ കൊണ്ടും പറ്റും. നമ്മൾ പറയാലോ, തൊള്ളോണ്ട് ബടായി പറയാനും ബിരിയാണി വെക്കാനും എല്ലാവർക്കും പറ്റും. പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാൻ ഇച്ചിരി പണിയാണ്. നിങ്ങളൊക്കെ എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ ക്രൂശിക്കുന്നത്? ഈ ക്രൂശിക്കുന്ന ആളുകളോടാട്ടോ ചില ആൾക്കാർ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയാണ് ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്. നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയാ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിമർശിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഈ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ഇപ്പോൾ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സഹോദരൻ നമുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിനും. അല്ലാതെ അദ്ദേഹത്തിന്റെ കുഞ്ഞമ്മാന്റെ മോനൊന്നുമല്ല. നമുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിനും. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണി. നമ്മൾ അർജുന് വേണ്ടി ചെയ്തത് എന്താ? 2 പോസ്റ്റ് ഇട്ടതോ? അതായത് ഈ വിമർശിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ചെയ്തത്? രഞ്ജിത്ത് ഇസ്രായേലിന്റെ അവിടെ നിൽക്കട്ടെ, അദ്ദേഹം ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ഒക്കെ കണ്ടതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, നിങ്ങൾ അർജുന് വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങൾ ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇട്ടതോ? അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടതോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 2 പോസ്റ്റ് ഷെയർ ചെയ്തതോ? ഇതൊന്നും അല്ല മക്കളെ. അദ്ദേഹം അതല്ല ചെയ്തത്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു. പക്ഷെ നമ്മളോ, ഈ വിമർശിക്കുന്ന ആളുകളോ പുറംകളി കളിച്ചു, ഗാലറിയിൽ ഇരുന്ന്. ആ ഒരു മാറ്റമുണ്ട്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ചില ആളുകൾക്ക് ഫ്രസ്ട്രേഷനാണ്, ദേഷ്യം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്തിനാണ് ചങ്ങായിമാരെ? അദ്ദേഹം ഹീറോ തന്നെയാണ്. ഞാൻ ഇന്നൊക്കെ ഈ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ചാനലിൽ കൊണ്ടൊന്നും ഒരു അർത്ഥമില്ല. ഉള്ളത് പറയാനോ, എൻ്റെ ചാനൽ കൊണ്ടൊന്നും ഒരർത്ഥമില്ല. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പ്രതിഫലം പോലും ആഗ്രഹിക്കുക. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇതേ പോസ്റ്റുകളെ ഷെയർ ചെയ്ത ആളുകളാണ് ഇന്ന് ഇദ്ദേഹത്തിനെതിരെ, പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണിത്. അദ്ദേഹം ചെയ്തില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അദ്ദേഹം ഹീറോ തന്നെയാണ്. അതെന്തെങ്കിലും മനസ്സിലാക്കാത്തത്? അദ്ദേഹം ഹീറോ തന്നെയാണ്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഈ അർജുന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നമ്മുടെ സഹോദരന് വേണ്ടി ചെയ്തത്? 2 പോസ്റ്റ് ഇട്ടതോ? 4 പോസ്റ്റ് ഇട്ടതോ? സോഷ്യൽ മീഡിയയിൽ 4 പോസ്റ്റ് ഇട്ട് മിണ്ടാതിരുന്നു. ഓക്കെ, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, എന്റെ കടമ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നതാണോ?
അദ്ദേഹം അവിടെ പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു മക്കളെ. അതൊന്ന് ആലോചിക്കുങ്ങളെ. നിങ്ങള് ഇദ്ദേഹത്തെയും നിങ്ങളെയും തമ്മിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? അതായത് നിങ്ങളിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? നിങ്ങൾ 2 പോസ്റ്റ് ഷെയർ ചെയ്തതോ, അല്ലെങ്കിൽ 2 ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പോസ്റ്റുകൾ ഇട്ടത് അത് ഷെയർ ചെയ്തതാണോ നിങ്ങളിൽ കാണുന്ന ക്വാളിറ്റി? എന്നാ അത് അങ്ങോട്ട് അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കി, അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെടോ, ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അതാണ് നോക്കേണ്ടത്. അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായാലും അത് നമുക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ? നമുക്കൊക്കെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് വിശ്വസിക്കാനോ, അത് അതിനെന്തത്ര പ്രശ്നം? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചെയ്യുന്ന ആ ഒരു നന്മയുണ്ടല്ലോ അത് മാത്രം നോക്കിയാൽ മതി. ദൈവം നമുക്കൊക്കെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നിട്ടില്ല. അത് എന്തിനാണ്? ആവശ്യമുള്ളപ്പോൾ ചിന്തിക്കാനും ഉചിതമായ നടപടിയെടുക്കാനും ഉചിതമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ തലച്ചോറിന്റെ പകരം കളിമണ്ണൊന്നുമല്ലല്ലോ. അല്ല, നിങ്ങളോ ഈ പറയുന്ന ആളുകളുടെ തലച്ചോറിന്റെ പകരം കളിമണ്ണാണോ? അല്ല. എന്തിനാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത്? അദ്ദേഹം ഒരുപാട് നല്ലത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞൂടെ? അല്ലെങ്കിലും ആളുകൾക്ക് വേറൊരാളുടെ നെഗറ്റീവ് കാണാനേ താല്പര്യമുള്ളൂ. നമ്മുടെ ലോകം അങ്ങനെയാണ്. ആളുകൾക്ക് നമ്മുടെ നല്ലത് കാണാൻ താല്പര്യമില്ല, നെഗറ്റീവ് മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ. പക്ഷെ അത് നല്ല സ്വഭാവമല്ല കേട്ടോ. ഒരിക്കലും അത് നല്ല സ്വഭാവമല്ല. അത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും. എന്തായാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. കാരണം എന്താണോ, അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച ആളാണ്. നമ്മളെ പോലെ ഗാലറിയിൽ ഇരുന്ന് കളി പുറം കളി കളിച്ച് അങ്ങോട്ട് കൊടുക്കുക, ആ പാസ്, ആ ചങ്ങായി ആ പാസ് കൊടുത്തില്ലെങ്കിൽ ആ ബോളായിരുന്നു. ഇതല്ല, അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു. അദ്ദേഹം എൻ്റെ ഹീറോ തന്നെയാണ് കേട്ടോ. എൻ്റെ എന്നല്ല, കേരളത്തിലുള്ള ഒരുപാട് ആളുകളുടെ ഹീറോ തന്നെയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് ഞാൻ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.